ഹലോ ഗായ്സ്, വെൽക്കം ടു ടെക്സ് ഗെയിമിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു സീരീസ് തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്കിനി എല്ലാ ദിവസവും വീഡിയോ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. എല്ലാ ദിവസവും ഇനി വീഡിയോ വരുന്നതായിരിക്കും, എല്ലാ ഗെയിമും കളിക്കുന്നതായിരിക്കും. അപ്പോൾ ഏതൊക്കെ കളിക്കേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വേൾഡ് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്, പ്ലേ കൊടുക്കാം ഗൈസ്. നമുക്ക് ഫസ്റ്റ് തന്നെ ആദ്യമായി നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് നമ്മളങ്ങനെ ഐശ്വര്യമായിട്ട് തുടങ്ങാൻ പോവുക. അപ്പോൾ നമ്മുടെ വേൾഡ് ലോഡിങ് ആണ് ഗൈസ്. ഏതോ കേവിൻ്റെ അടുത്താണ് നമ്മൾ സ്പോൺ അയക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഇറങ്ങുന്ന അത്ര സേഫാന്ന് തോന്നുന്നില്ല, പക്ഷേ കുറേ കോളുണ്ട്. നമുക്ക് എന്തായാലും ആദ്യം അത് തന്നെ എടുക്കാൻ നോക്കാം ഗൈസ്. സ്പോൺ ഏരിയ അത്യാവശ്യം കിടുവാണ് ഗൈസ്, സ്നോ ഏരിയ ആണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് വിട്ട് നമ്മുടെ ഒരു സ്പോൺ ഏരിയ മൊത്തം ഒന്ന് കാണുന്നുണ്ട്. അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്കൊരു മരം വെട്ടി നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് അവിടെ വെച്ചിരിക്കാം ഗൈസ്. അതെന്തായാലും ഒരു ഐശ്വര്യമായിട്ട് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് നമ്മൾ സ്പോൺ ഏരിയയിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഏരിയ ഒന്ന് ഫുള്ള് റൗണ്ട് ചെയ്ത് കാണാം ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് ഫുൾ വ്യൂ കിട്ടും, നോക്കാം. കാണുമ്പോൾ ഒരു രസമുണ്ട് ഗൈസ്, അത്യാവശ്യം ഡീസൻറ്റ് ഒരു ഏരിയ തന്നെയാണ്. ഞാൻ വലിയ നല്ല സീഡ് നോക്കി എടുത്തൊന്നുമല്ല, കിട്ടിയതെടുത്തും കളിക്കുന്നു, അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം ഈ സീരീസ് എന്തായാലും ഒരു 30 എപ്പിസോഡിന് മേലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ച് വുഡ് ആവശ്യം വരും. നമുക്ക് പിക്കാക്സൊക്കെ ഇപ്പോൾ തന്നെ ഉണ്ടാക്കാം. പറ്റുമെങ്കിൽ ആ കോളൊക്കെ വേഗം എടുക്കണം ഗൈസ്. അപ്പോൾ 3-4-5 വുഡ് നമുക്ക് എടുത്തേക്കാം. അപ്പോൾ 3 ആയിട്ടുണ്ട്. ആദ്യം പിക്കാക്സ് ഉണ്ടാക്കിയ കോൾ എടുക്കാം ഗൈസ്. കോൾ എടുക്കുക, നമുക്ക് എന്തായാലും ആവശ്യം വരും കോളൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. അപ്പം പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതെല്ലാം പ്ലാങ്ക്സ് ആക്കിയിട്ട് നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങ് ആക്കാം. ഏകദേശം ഒരു 4 മതി ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ. അപ്പോൾ നാളെ ഇങ്ങനെ ഓരോ ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ചിരിക്കുക. എന്നിട്ട് നമുക്ക് ആദ്യത്തെ നമ്മുടെ ഐശ്വര്യമായിട്ടുള്ള പിക്കാക്സ് അങ്ങ് ഉണ്ടാക്കാം ഗൈസ്. അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുമ്പം ഒരു വില്ലേജ് കണ്ടുപിടിക്കുക, അതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ്. അതിന് മുമ്പ് നമുക്ക് എന്തായാലും ഈ കോളൊക്കെ വേഗം ആക്കാം ഗൈസ്. അങ്ങ് മൈൻഡ് ചെയ്തെടുത്തേക്കാം. ഏകദേശം ഒരു 10 മേലെ ഉണ്ടാവും തോന്നുന്നു. നമുക്ക് കോൾ എന്തായാലും അത്യാവശ്യം ഗൈസ്. നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യം വരും, അപ്പോൾ നമ്മുടെ ചുറ്റും ഉണ്ടാവില്ല ഗൈസ്. അല്ലാത്ത സമയത്തൊക്കെ ചുമ്മാ വരും. അതുകൊണ്ട് നമ്മൾ അതിന് നിൽക്കുന്നില്ല, ആദ്യം എടുക്കാം. അപ്പോൾ കറക്റ്റ് 10-11 നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. 9 കിട്ടിയേക്കാം. നമുക്ക് കുറച്ച് സ്റ്റോണൂടെ എടുത്തിട്ട് ബാക്കി കൂടെ എടുത്തപ്പോൾ 11 കോളായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് സ്റ്റോണൂടെ എടുത്തേക്കാം. നമുക്കൊരു സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാം. ഈ വുഡ് വെച്ച് അധികം ആക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഗൈസ്. പന്നീൻ്റെ കളറെല്ലാം മാറ്റി പ്രത്യേക കളറായിട്ടുണ്ട്. മൈൻക്രാഫ്റ്റ് ഈ വേർഷൻ അധികം കളിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് സ്റ്റോൺ പിക്കാക്സ് അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു സ്പീറൂടെ സെറ്റ് ചെയ്തേക്കാം. ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഇപ്പോൾ വന്ന് ഞാൻ തോന്നുന്നു. സ്പീറൂടെ സെറ്റ് ചെയ്താൽ ഒരു ആക്സും കൂടെ വേണം, അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഈ സ്പിയർ എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് എനിക്കറിയില്ല ഗൈസ്. എങ്ങനെ എറിയുവാണോ? നമുക്കൊന്ന് ആ പന്നീനെ ഇത് വെച്ച് കൊന്നു നോക്കാം. എങ്ങനെയാണെന്നറിയില്ല, എന്നാലും നോക്കി നോക്കാം. ജസ്റ്റ് ഇങ്ങനെ കുത്തുക, സാധാ പോലെ തന്നെ. കൊള്ളാം, പുതിയ സാധനമാണെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, നമുക്ക് കുത്തിയാൻ കൊന്നേക്കാം. നമ്മുടെ ഫസ്റ്റ് കില്ലാണ് ഗൈസ്, ഫസ്റ്റ് കില്ലാണ്. അപ്പം ആദ്യത്തെ പന്നീനെ നമ്മളങ്ങനെ കൊന്നിരിക്കുന്നു. ഇനി എന്തായാലും നമുക്ക് പോയിട്ട് കുറച്ച് സ്റ്റോൺ എടുക്കാം. എന്തായാലും ആവശ്യം വരും എപ്പോഴെങ്കിലും. നമുക്ക് എന്തായാലും ട്രാവൽ ചെയ്യാനുള്ളതാണ് വില്ലേജ് വരെ. അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം തന്നെ നമുക്ക് എന്തായാലും സ്റ്റോൺ ആവശ്യം വരും, ടൂൾസ് ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ നമുക്ക് പോയിട്ട് കുറച്ച് സ്റ്റോൺ സ്റ്റോൺ എടുക്കണോ അതോ ആദ്യം നമുക്കൊന്ന് ഇറങ്ങി നോക്കണോയെന്നറിയില്ല. തൽക്കാലം നമുക്ക് സ്റ്റോൺ എടുക്കാം. ഒരു സ്റ്റാക്ക് സ്റ്റോണ് എങ്കിലും ആവശ്യം വരും, പക്ഷേ ഇപ്പം നമ്മൾ അത്രയൊന്നും എടുക്കുന്നില്ല ഗൈസ്. അപ്പോൾ ഇത്രയും ആവശ്യം ഇപ്പോൾ ഇല്ലയെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 30 എണ്ണമെങ്കിലും എടുത്തിട്ട് നമുക്ക് താഴെ ഒന്ന് ഇറങ്ങി നോക്കണം എന്നുണ്ട്. അപ്പോൾ നമുക്കിനി മേലേക്ക് പോവാം. ഇവിടെ താഴെ ഇറങ്ങണമെന്ന് അത്ര സേഫാന്ന് തോന്നുന്നില്ല, എന്തായാലും മോബ്സൊക്കെ കാണും. അപ്പോൾ നമ്മൾ എടുത്ത സ്റ്റോൺ വെച്ച് നമുക്കൊരു ആക്സ് ഉണ്ടാക്കിയേക്കാം. കുറച്ച് വുഡിൻ്റെ ആവശ്യം എന്തായാലും നമുക്ക് വരും. അപ്പോൾ നമുക്ക് വുഡ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ആക്സ്, 1 മതി, ഒരു ആക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് വുഡങ്ങ് വെട്ടാം ഗൈസ്. നമുക്ക് എന്തായാലും സേവ് ട്രീസ് എന്നാണ്, പക്ഷെ നമ്മൾ മൈൻക്രാഫ്റ്റിൽ മരമില്ലാണ്ട് പറ്റൂല ഗൈസ്, അതാണ്. കോഴീൻ്റെ ഒക്കെ കളർ മാറി നോക്ക്. വെള്ള കോഴിയൊക്കെ ചത്തു എന്നാണ് ഗൈസ്. ഇനി മൈൻക്രാഫ്റ്റ് വെള്ളക്കോഴിയൊന്നും ഉണ്ടാവില്ല, ബ്ലൂ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കൊന്ന് താഴോട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങണമെന്നുണ്ട്. അവിടെ കുറച്ച് കോള് കാണുന്നുണ്ട്, അത് എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല, എന്നാലും നമുക്ക് പോയി എടുത്തേക്കാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി കുറച്ച് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇപ്പം പകുതി ഐസാണ്. ഇല്ല, എന്തോ ഭാഗ്യത്തിന് നമ്മൾ രക്ഷപ്പെട്ടു. ഇല്ല, ഇപ്പം ചത്താനെ. എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്നാണ് തോന്നുന്നത്. ഡാമേജ് എടുക്കുന്നുണ്ട്, അറിയില്ല.
എന്താ നമുക്കെന്തായാലും വേഗം മുകളിൽ കയറാം, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് എന്തായാലും ചാവും ഉറപ്പോൾ. ഓ ഗായ്സ്, പുറകിൽ ഡ്രോൺ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഉണ്ട്. വേഗം ഓടിപ്പോകുന്നതാണ് നല്ലത്. സ്പീർ വെച്ചൊന്നും നമ്മൾ കുത്താൻ നിൽക്കുന്നില്ല. പാവം അതിൻ്റെ വഴിക്ക് പോയിട്ടുണ്ട്. പേടിയാന്ന് തോന്നുന്നു നമ്മളെ. അതാ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വേഗം മേലോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഇനി ഫുഡിന് വേണ്ടി നമുക്ക് കുറച്ച് ആനിമൽസിനെ കൊല്ലാം ഗൈസ്. നമ്മളെത്ര ക്രൂരനായാണ് നമ്മൾ ഈ മൈൻക്രാഫ്റ്റിൽ ഇനി ജീവിക്കാൻ പോകുന്നത്. ഇല്ലാണ്ട് നമ്മളെ കൊണ്ട് പറ്റൂല. അപ്പോൾ നമുക്ക് കുറച്ച് ആനിമൽസിനെ അങ്ങ് വെട്ടി കൊല്ലാം ഗൈസ്. ആക്സ് വെച്ച് കോടാൽ വെച്ച് വെട്ടി നമുക്ക് അതിനെ കൊല്ലാം ഗൈസ്. കൊന്ന് കളയാം. അപ്പോൾ നമുക്കിനി വില്ലേജ് തേടി അങ്ങ് പോകാം ഗൈസ്. അപ്പോൾ നമുക്ക് വില്ലേജിലോട്ട് കുറേ സമയം പോകേണ്ടി വരും. അപ്പോൾ ഞാനത് ഒന്നും പറയുന്നില്ല. നമുക്ക് ജസ്റ്റ് ഞാൻ സ്പീഡിൽ നമ്മുടെ ട്രാവലൊക്കെ കാണിച്ചു തരാം ഗൈസ്. നമ്മൾ ചെറുതായിട്ടൊന്ന് ചമ്മിയിട്ടുണ്ട് ഗൈസ്. എങ്ങനെയാണെന്നറിയില്ല. എങ്ങനെയായാലും പഴയ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പം ഇത്രയും നേരത്തെ ടൈം വേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം സന്തോഷപൂർവ്വം അതറിയിക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. തൽക്കാലത്തോട്ട് നമ്മളെ ആരും കൊല്ലാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് കുഴിയെടുത്ത് അവിടെ അടഞ്ഞിരിക്കാം ഗൈസ്. അതായിരിക്കും നമുക്ക് ബെറ്റർ. നമുക്ക് പണിയെടുക്കാതിരിക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് മൈൻഡ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ കുറച്ചുകൂടെ കോള് കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അത് ഫുള്ള് എടുത്തേക്കാം. എന്തായാലും ആവശ്യം വരും. അപ്പോൾ ഒരു സ്റ്റാക്കോളം കോള് നമുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹാർഡ് വർക്കിംഗ് മൈൻഡ് എല്ലാവരും കാണുക. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് ഗൈസ്. അപ്പോൾ നമ്മുടെ കോൾ തീരുന്നില്ല, അൺലിമിറ്റഡായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സ്റ്റാക്ക് കഴിഞ്ഞു ഗൈസ്. സന്തോഷപൂർവ്വം അത് അറിയിച്ചു കൊള്ളുന്നു. പിന്നെ നമ്മൾ ഒരു ഫർണിഷ് ഉണ്ടായിട്ട് നമ്മളിപ്പോൾ കൊന്ന ആനിമൽസിൻ്റെയൊക്കെ മീറ്റ് എടുത്ത് നമുക്ക് കുക്ക് ചെയ്യാം ഗൈസ്. കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ സാധാരണ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഹെൽത്തും ഹങ്കറും കൂടുതലായിരിക്കും. അതായത് കുറയും. നമുക്ക് കുറേ നേരം ഓടാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്തിട്ട് കഴിക്കുന്നതാണ് നല്ലത്. അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങുമ്പോൾ ഒരു നെതർ പോർട്ടൽ കണ്ടിട്ടുണ്ട് ഗൈസ്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഗോൾഡ് എങ്ങനെയെങ്കിലും എടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒബ്സിഡിയൻ നമുക്കിപ്പോൾ എടുക്കാൻ സമയമില്ല ഗൈസ്. എന്തായാലും ഈ പിക്കാക്സ് വെച്ച് അത് പൊളിയാൻ കുറേ സമയം എടുക്കും. അപ്പോൾ നമ്മളത് എടുക്കാത്തതാണ് നല്ലത്. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ആദ്യം ആ ചെസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം അതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഓ ഗൈസ്, ഒരു ഗോൾഡൻ ആപ്പിളും ഒരു 6, 5, ഒരു 10 ക്യാരറ്റ് ഗോൾഡൻ ക്യാരറ്റും പിന്നെ ഒരു 3 ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ട്. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഗോൾഡൻ ആപ്പിളും ക്യാരറ്റും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഈ പിക്കാക്സ് വെച്ച് ഇത് പറ്റൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കത് നോക്കാം. അപ്പോൾ ആദ്യം സ്റ്റോൺ വെച്ചാൽ ലാവയും കളഞ്ഞൊക്കെ, ഇല്ലെങ്കിൽ പോയവിടെ പോകും ഗൈസ്. നമ്മൾ മൈൻ ചെയ്തോടെ അത് പോകും. അപ്പോൾ നമുക്ക് ആ ഗോൾഡ് ഒന്ന് മൈൻ ചെയ്യാം. അത് കിട്ടുമോയെന്നറിയില്ല. സക്സസ്ഫുള്ളി അതും അങ്ങനെ പോയിട്ടുണ്ട് ഗൈസ്. ഇന്ന് നല്ല ഐശ്വര്യമാണെന്ന് തോന്നുന്നു. ഫസ്റ്റ് എപ്പിസോഡ് ആയതുകൊണ്ട് അതിൻ്റെ എല്ലാ ഐശ്വര്യമുണ്ട്. അപ്പം നമ്മുടെ
നമ്മൾ ആ ഗ്രീൻലാൻഡിലെത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ആ ഐസിൻ്റെ അവിടെ നിന്ന് മാറി ഗ്രീൻലാൻഡിലെത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ രാത്രിയാണ്. അപ്പോൾ നമുക്കൊന്ന് ഉറങ്ങിയിട്ട് പിന്നെ നമ്മുടെ ട്രാവൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഈ ബെഡ് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ ട്രാവൽ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്തെത്തി. അപ്പോൾ ഇനി ഇതിൻ്റെ മേലോട്ട് പോകാം ഗൈസ്. ഇനി എത്ര പോകണമെന്നറിയില്ല. പക്ഷെ നമ്മളിന്ന് വില്ലേജ് കണ്ടുപിടിച്ചിരിക്കും ഗൈസ്. അപ്പം നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുക ഗൈസ്. അപ്പം നമ്മളാ കാണുന്ന ഒരു വില്ലേജിൻ്റെ വീടല്ലേ ഗൈസ്? വില്ലേജറുടെ വീടല്ലേ? ആവണേ, അതേന്ന് തോന്നുന്നു. വില്ലേജ് തന്നെയാണ്. ഓ, നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ വില്ലേജ് അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു. കൊള്ളാം, കിടിലം വില്ലേജാന്ന് തോന്നുന്നു. നമുക്ക് ആ ഗൈസ് നല്ല സ്ഥലമുള്ള വില്ലേജാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ചെസ്റ്റൊക്കെ, അപ്പോൾ നമ്മുടെ കാത്തിരിപ്പിന് വിരാമമായി നമ്മൾ വില്ലേജ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇവിടെ ആയിരിക്കും നമ്മുടെ ഫാമും ഹൗസും എല്ലാം വരുന്നത്. നമ്മൾ സാധാരണ യൂട്യൂബ്സിനെ പോലെ നല്ലൊരു സ്ഥലത്ത് ഫാംസൊക്കെ ആക്കുമല്ലോ, നമ്മൾ വില്ലേജിൽ തന്നെ ആയിരിക്കും കൂടുതലും ചെയ്യുക. അപ്പോൾ നമ്മളെന്തെങ്കിലും റീസ്പോൺ വെച്ചിരിക്കാം. ഈ റീസ്പോൺ വെച്ചില്ലെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ചത്താലും നമ്മൾ പിന്നെ എത്തുന്നത് ആദ്യത്തെ സ്ഥലത്തായിരിക്കും. അതുകൊണ്ട് നമ്മൾ റീസ്പോൺ വെച്ചിരിക്കാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായി വരുന്നവരെല്ലാം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്ന് പറയുക, ഇല്ലെങ്കിൽ ഇല്ല എന്നും പറയുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നമ്മളൊരു കൺഫാം എങ്ങനെയെങ്കിലും ബിൽഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഒരു കൗ ഫാം, ഫുഡ് ഫാമാണ് നമ്മുടെ ആദ്യത്തെ ബേസിക്കായിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ അതില്ലാണ്ടൊന്നും നടക്കില്ല. അതുകൊണ്ട് നാളെ തന്നെ നമ്മൾ കൗ ഫാം ആക്കുന്നതായിരിക്കും. അപ്പം ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഗൈസ്.